ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. അതിനൊന്നും വേണ്ട. ചോറും ഡാല് കറിയും ചിക്കനൊക്കെ കൂടിയിട്ടാ നമുക്ക് കൊണ്ട് തന്നിട്ടോ. ഇവരിതാ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ വരെ വന്നു കേട്ടോ. ആ നമ്മളിവിടെ മൊണാബറി ടീ എസ്റ്റേറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അന്തരിച്ച് കിടക്കാണ്. അയ്യോ അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ ഇതാ ഈ ചേട്ടന്മാരെ വീട്ടിലാട്ടോ ഉള്ളത്. എങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കഥയാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ വന്നിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. തളർന്നിട്ടാണ്. വേറൊരു വീഡിയോ എടുത്തില്ല. ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളായിരിക്കും നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ കാണുക. ചത്ത് കിടക്കുമായിരുന്നു. ഇവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തു. ഇപ്പം വൈകുന്നേരം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഞങ്ങൾ തീരെ വയ്യ കേട്ടോ. ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജലദോഷമൊക്കെ പിടിച്ച് വയ്യ, തീരെ വയ്യ, പനിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ടൊരു 8 കിലോമീറ്റർ എങ്ങാനും ആ പെട്രോൾ പമ്പിൽ നിന്ന് കുറേ മുന്നോട്ടേക്ക് വന്ന്. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ സൈഡാക്കിയിട്ട് സൈഡിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് അവരെ ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഈ പുള്ളിയൊക്കെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടുത്തെ കുറേ ആൾക്കാർ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന കേട്ടോ. ഇവിടുത്തെ ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമമാണ്. ഒരു 50 വീടുകളൊക്കെ മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇത് അവരെ അച്ഛനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അങ്ങോട്ടേക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു കടയാണിത്. അതുപോലെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ നിൽക്കുന്ന. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ ആൾക്കാർ जैसे ज़्यादा लोग बाहर काम है ना. इधर एक दिन में कितना पैसा मिलेगा काम करने के टाइम? इधर 200, 300, 400 ആ ഒരു പൈസ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർ പുറത്താണ് പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് വിളിച്ചോണ്ടാണ്. നല്ല ആൾക്കാരില്ലേ. കുറച്ചേരം ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കസേര എല്ലാം കൊണ്ടു തന്നു, വെള്ളമൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിക്കുന്നത്. എൻ്റെ കണ്ണൊന്നും മര്യാദയ്ക്ക് ഇതാകുന്നില്ല. വെയിലടിച്ചിട്ട് ഭയങ്കര വെയിലാട്ടോ. അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ളൊരു ഇത് കണ്ടോ, സ്പ്രെഡിനെസ് കണ്ടോ, അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. വെച്ച് കളിക്കുന്നുണ്ടോ കത്തി അതിനകത്ത് വെച്ചിട്ട്. അതാ അതൊക്കെ വലിച്ചു ചാടി. അതിനൊന്നും വേണ്ട. പേടിച്ചോടിയത്. ഇവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടോ, ചെറിയ ഇതാ. പിന്നെ അവിടെ വേറെ തന്നെ ഉണ്ടായിരുന്നതാ. ഇത് വേറെ തന്നെ കേട്ടോ. ചേച്ചി നമുക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടു തന്നു. താങ്ക് യു. ചായയും ബിസ്ക്കറ്റും, ബിസ്ക്കറ്റ്, ചായ, പിന്നെ വേറെന്തോ സാധനമൊക്കെ. എന്താല്ലേ ഇവിടെ ഒരു പന്നിക്കൂട്ടനെ കണ്ടോ? അങ്ങ് നോക്കിക്കേ, ഒരു പന്നിക്കൂട്ടൻ നടന്ന് പോകുന്നത്. ഇവിടെ ഷീട്ടൊക്കെ കളിക്കും കേട്ടോ ആൾക്കാർ. ഷീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കളിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഈ ചേട്ടൻ നമ്മളെ കഴിക്കാൻ വിളിച്ചതാട്ടോ. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. ഇവരൊക്കെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കേട്ടോ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇവിടെ മറ്റേ ഇതുകൊണ്ടാണ്, എന്താ പറയുക, വിറക് കൊണ്ടൊക്കെയാണ് തീയൊക്കെ ഉണ്ടാക്കി കത്തിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുറേ ടൈം ലേറ്റായിപ്പോയി. പക്ഷേ പുള്ളി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന്. ഇതാട്ടോ വീട് പണിത് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത്. ഓ ചപ്പ്. ഓക്കെ. ചോറും ഡാല് കറിയും ചിക്കനൊക്കെ കൂടിയിട്ടാ നമുക്ക് കൊണ്ട് തന്നിട്ടോ. ഇത് ഇവരാട്ടോ നമുക്ക് കൊണ്ട് തന്നത്.
ഓക്കെ 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 അടിപൊളി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡ് കഴിക്കാം അല്ലേ? ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക കേട്ടോ. നല്ല വയറൊക്കെ നിറച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ സെയിം ടേസ്റ്റ് തന്നെയല്ലേ നമ്മൾ നാട്ടിലുണ്ടാക്കുന്നതിന് അതേപോലെ തന്നെയുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മളെ ചക്കേൻ്റെ മരമൊക്കെ കുറേ കാണാൻ സാധിക്കും. അതിൻ്റെ പ്ലാവ് കുറേ എല്ലാ സ്ഥലത്തും ഈ പ്ലാവുണ്ട് കേട്ടോ. മോളിങ് എന്ന് പറഞ്ഞിട്ട് വേറെ അമ്മച്ചൊക്കെ ഇവിടെ ഉണ്ട്. കൊച്ചുറങ്ങ കേട്ടോ ഒരു. ഓക്കെ ഭയ്യ, താങ്ക് യു സോ മച്ച്. आपको टाइम भी है ना? ओके बाय 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 बाय. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം കേട്ടോ. ചോട്ടാ സീനോ. ബായ് ബായ് ബായ്. ഇതാ കൊത്തുക. നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വേഗം ചലിക്കുക, കാരണം സമയം കുറേ ആയി. എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെന്ന്. ഈ ഗ്രാമം വിട്ടു പോയി. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ പുറത്തൊക്കെ പണിക്ക് പോയിട്ട് ബിൽഡിങ്ങൊക്കെ മാറ്റി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തൂടെ കേട്ടോ നമ്മളിപ്പം പോയി വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിലാണ്. റോഡിൻ്റെ ഉള്ളിലോട്ടാന്നേ ഉള്ളൂ. കുറേ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലാണ് നിന്നത്. ഇനി നമുക്ക് നേരെ കേട്ടോ പോകേണ്ടത്. ഇവിടെയൊക്കെ ടീ എസ്റ്റേറ്റ് കാണാൻ തുടങ്ങി നമ്മൾ കയറിയ അവിടെ തന്നെ. അയ്യോ എന്തോരാ നേരാന്ന് പറഞ്ഞ് കിടക്കുക കേട്ടോ ഈ ടീ എസ്റ്റേറ്റ്. അങ്ങ് മുതൽ ഇങ്ങ് വരെ എന്ത് ഭംഗിയാ കാണാൻ. ഇതുപോലെ കേട്ടോ അങ്ങ് വരെ നമുക്കിനി കാണാൻ പറ്റുക. ഇവിടെ കാണുന്നതും ഈ കാണുന്നതും എല്ലാം ടീ എസ്റ്റേറ്റ് തന്നെയാണ്. കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ. എന്ത് ഭംഗിയാ കാണാൻ. ആസാം എന്നൊക്കെയാണ് കൂടുതൽ ടീ ഒക്കെ പല സ്ഥലത്തേക്കും പോകുന്നത്. ഇവിടെ കണ്ടോ ഇതൊക്കെ ടീ എസ്റ്റേറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കിയാണ് ഇത് മൊത്തം. അങ്ങ് മുതൽ ഇങ്ങ് വരെ ഇങ്ങനെ വന്ന് ഫുള്ള് തേയിലത്തോട്ടാണ്. ഈ ഭാഗത്ത് മാത്രമല്ല കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ. ബേക്കിൽ കാണുന്ന രണ്ട് പിള്ളേരില്ലേ, അവർ സൈക്കിളിൽ നമ്മളെ അങ്ങ് ദൂരം നിന്ന് കണ്ടിട്ട് വന്നതാട്ടോ ബേക്കുന്നേ. അപ്പോൾ അത്രയും ദൂരം, കുറേ ദൂരം മുമ്പ് വന്നാണ്. അത്രയും ദൂരം നമ്മളോട് തന്നെ വന്ന് നേരെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഒരു ടൗണിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ സിറ്റി കയറാതെ സൈഡിൽ കൂടിയുള്ള വഴിക്ക് പോകാം കേട്ടോ. സൂര്യനൊക്കെ ഇത് അസ്തമിക്കാറായി തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്ന്. ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ദിവസവും നമ്മളെ അനുഭവം അങ്ങനെയാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. എവിടെ എത്തിപ്പെടുന്നത് അവധിയായിരിക്കും നമ്മൾ നിൽക്കുക. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് കണ്ടറിഞ്ഞ് കാണണം ഇനി ഇന്ന് പോകുന്ന വഴിക്ക്. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ടോ എന്താല്ലേ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ടുണ്ട്. ചേട്ടൻ സൈക്കിളും തള്ളിയിട്ട് അവരെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ. അതുപോലെ ഒരു ചേച്ചി സൈക്കിളിൽ പോകുന്നതും കാണാൻ പറ്റും. സൂര്യനാണെങ്കിൽ ഇങ്ങനെ അസ്തമിക്കാറായി മുമ്പി മുട്ടി നിൽക്കുക കേട്ടോ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ചെറിയതൊരു ഗ്രാമം കേട്ടോ. നമ്മളിവിടെ ഒന്നല്ല നിൽക്കുന്നത്, കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ചോദിക്കാറില്ല ആരെയും വിളിച്ചുകൊണ്ടോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിക്കാണ് അഞ്ചു. ഇവരിതാ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ വരെ വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ 50 കിലോമീറ്റർ ദൂരത്ത് ബൈക്ക് ഓടിച്ച് വന്നു കേട്ടോ. ഇതാ ചേച്ചിയും ചേട്ടനും കൂടിയിട്ട്. എന്തായാലേ നല്ല അനുഭവം കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീട്ടുകാരെ പോലെയാണ് ഇവർ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഇവിടം വരെ വന്നത്. അവരതുപോലെ പോയി കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് 50 കിലോമീറ്റർ ദൂരത്ത് ബൈക്ക് ഓടിച്ച് വന്നിരിക്കുക കേട്ടോ അവർ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് മലപ്പുറം പോകുന്ന രാമനാട്ടുകര പോകുന്ന ദൂരം, അത്രയും ദൂരം അവർ നമുക്ക് വേണ്ടിയിട്ട് ബൈക്ക് ഓടിച്ച് വന്നിരിക്കുക കേട്ടോ. അവർ പോയി. എന്താല്ലേ എൻ്റെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡും പറഞ്ഞ് പൈസയും കൊടുത്തിട്ടാട്ടോ പോയത്. നമ്മൾ ലാസ്റ്റ് ഇതാ ഇവിടെ കേട്ടോ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ദാബേൻ്റെ സൈഡിലാണ്. അത് പറയാൻ മറന്നുപോയി. നമ്മൾ അവരെ കാണിച്ച് മാത്രമേ ഉള്ളൂ. വലിയൊരു ദാബയാണ്. നല്ല ആൾക്കാരാണ്. ഒന്നും ചോദിച്ചില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഇവരൊന്നും ചോദിച്ചില്ല. നമുക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടിയുള്ള സൗകര്യം എല്ലാം സെറ്റാക്കി തന്ന്. ഇതാ ഈ ഒരു ദാബ കേട്ടോ നമ്മൾ നിൽക്കുന്നത്.
രാത്രി ആയതുകൊണ്ട് അധികം ക്ലിയർ ഉണ്ടാവില്ല. 6 മണി കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇവിടെയൊക്കെ ഇരുടായി. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഇവിടെയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഇപ്പോൾ സമയം 8:37 ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. രാവിലെ തന്നെ പേക്ക് ചെയ്തു. ഇപ്പോൾ അസുഖം കുറച്ച് ഭേദമായിട്ടുണ്ട്. വലിയ സീനൊന്നുമില്ല. നോക്കാമല്ലോ, ഇനി ചവിട്ടുന്നേരം അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നാണെങ്കിൽ വെയിൽ കാണുന്നില്ല. വെയിൽ മിക്കവാറും വരും. ടോപ്പിലെത്തിയിട്ടുണ്ട്. മങ്ങിയ പോലെയാണ് ഒരു കാലാവസ്ഥ ഉള്ളത്. ഞങ്ങൾക്ക് പോകാൻ അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ അഞ്ചു ഞാനും കൂടി ഇറങ്ങാൻ പോവാണ്. അഞ്ചു, ആർ യു റെഡി? അഞ്ചു മുഖമൊന്നും കാണിക്കില്ല. രാവിലെ തന്നെ അടിയിട്ടിട്ടിരിക്കുക ചായ വേണമെന്ന് പറഞ്ഞിട്ട്. ചായ ഞാൻ കൊടുത്തില്ല. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അഞ്ചു ഇതാ വേക്കുന്ന വരുന്ന കാണാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ചായ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ മേടിച്ചു കൊടുക്കണം. പ്ലെയിൻ ഹൈവേ ആട്ടോ, വേറൊന്നുമില്ല ഇവിടെ. മെയിനായിട്ട് സൈഡിൽ കുറച്ച് ഗ്രാമങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നലെ രാത്രിയൊക്കെ കാണിച്ച ഗ്രാമങ്ങൾ പോലത്തെ. അപ്പോൾ മുന്നോട്ടേക്ക് ടീ എസ്റ്റേറ്റ്, വലിയ എസ്റ്റേറ്റൊക്കെ വരുന്നുണ്ട്. ചേച്ചി നമ്മൾ സൈക്കിളിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞിട്ട് കിളിപോയിരിക്കുക കേട്ടോ. കേരളത്തിൽ നിന്ന് സൈക്കിളിൽ വന്നതെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ നമ്മളോട് വന്ന് സംസാരിച്ചതാണ്. അപ്പോഴാണ് ചേച്ചി അറിയുന്നത് സൈക്കിളിൽ വന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഇപ്പോഴും കിളിപോയി കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെ നോക്കിക്കല്ലേ. ഒരു സ്ഥലത്ത് ചായ അടിക്കാൻ വന്നായിരുന്നു. അപ്പോഴായിരുന്നു ചായയൊക്കെ കുടിച്ച് മുന്നോട്ടേക്ക് വന്ന്. ഇവിടുത്തെ കുറേ ആൾക്കാർ നമ്മളെ പരിചയമൊക്കെ പെടുന്നുണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഈ ഒരു ഭാഗത്തുണ്ട്. കേരളത്തിൽ ആരെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടേ കാണിക്കുക. തമിഴ്നാട്ടിലുള്ളൊരു പുള്ളീനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ യാത്ര 4 വരി പാതയിൽ കൂടി തന്നെയാണ് കേട്ടോ. വണ്ടികളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പോകുന്നതായിരിക്കും നമ്മളെ നിർത്തിച്ചാട്ടോ. ഇവരൊക്കെ കൂടിയിട്ട് ഒരു കാറിൽ വന്നിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. आपका नाम क्या है? मेरा नाम है आकाश दास। ओ मेरा नाम ऋतु दास, सुमन माली, मोना दास, दीपेन दास। ओ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മളെ ഇതിനകത്ത് പിടിച്ചു വെച്ചത്. ഈ प्लेस का नाम क्या है? प्लेस का नाम क्या है ये? ബക്മേരി. ഓ ഇവിടെയാട്ടോ നമ്മളുള്ളത്. ചായക്കടയിലാണുള്ളത്. ആ ഓക്കെ. ആ घर से 1 किलोमीटर अंदर सीमंत संकटित गुरु जी का जो वो लोग रहता था, 8 साल उधर रहता, उसको गांगमो थान बोलता था। और महापुरुष गुरुजना का वो एक बहुत ही महत्वपूर्ण था। उधर गुरुजना 8 years तक। ഇവിടെ കുറേ കാണാൻ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ പോകുന്നതാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു ടീ എസ്റ്റേറ്റും കുറേ ഉണ്ട് അല്ലേ. मोनाबरी मोनाबरी वो सेम केरला में है। मोनाबरी से सेम केरला में है एक कोलुकुमले बोले, वो हाइट में सबसे हाइट में. ഇവരൊക്കെ വരുന്ന കണ്ടതാണ്. അപ്പം നമുക്ക് ചായക്ക് മേടിച്ചിട്ടുണ്ട്. ചായക്ക് കുടിക്കട്ടെ. വീട്ടിൽ തേയിലത്തോട്ടം കുറേ നേരമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി അങ്ങോട്ടേക്ക് എത്തുന്നതാണെങ്കിൽ മൊനാബാരി എന്ന് പറഞ്ഞിട്ടുള്ള തേയിലത്തോട്ടമൊക്കെ വരാൻ പോകുന്നത്. മൊനാബാരി എന്നാട്ടോ പേര്. ഇങ്ങനെ നിവർന്ന് കിടക്കുക അങ്ങൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷേ ലോങ്ങിലായിപ്പോയി. കുറേ പണിയുണ്ടായിരുന്നു. ഇവരിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കാരണം പുതിയ കിളിറൊക്കെ വന്നതല്ലേ. ഇനിയിപ്പോൾ അടുത്ത മാസം കട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നല്ല ഫ്രഷ് തേയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങും. കിലോമീറ്റർ കിടക്കുന്ന ടീ എസ്റ്റേറ്റ് നോക്കിക്കേ. അയ്യോ അങ്ങ് വേണ്ട കേട്ടോ. നല്ല പച്ച പതച്ച് കിടക്കുകയാണ്. അതുപോലെ ഇതാ ഈ ഒരു സൈഡിൽ നോക്കിക്കേ, എന്തോരാ ഇങ്ങനെ കിടക്കാട്ടോ ദൂരെയായിട്ട് വരെ. തേയിലത്തോട്ടം എത്ര ഉണ്ട്? ഓ മൈ ഗോഡ്, 5 കലിപ്പിലാട്ടോ. രാവിലെ ചായ മേടിച്ചു കൊടുത്തിട്ടും കലിപ്പൊന്നും തീർന്നിട്ടില്ല. ടീ എസ്റ്റേറ്റിന് സൈഡിലുള്ള വീടുകളൊക്കെ ആട്ടോ ഈ കാണുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ചെറിയ വീടുകളൊക്കെയാണ്. ചെറിയൊരു ഗ്രാമം. തെങ്ങൊക്കെ ഉണ്ട് കുറേ. ഇവിടൊക്കെ ഉണ്ട്. ചെറിയൊരു ഗ്രാമമാണ് ശരിക്കും. കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് അഞ്ചു സൈക്കിൾ പൊക്കോണ്ടിരിക്കുന്ന അഞ്ചു. ഇതാണ് മൊനാബരി ടീ. ശരിക്കും
ഇത് ഇവിടുത്തെ ലാർജസ്റ്റ് ടീ പ്ലാന്റേഷനാണ്. അതുപോലെ ഹയസ്റ്റ് ടീ പ്ലാന്റേഷനാണ് കൊളുക്കുമലയിലുള്ളത്. നമ്മളിവിടെ മൊണാബറി ടീ എസ്റ്റേറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാട്ടോ. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് തേയിലത്തോട്ടാട്ടോ. ഈ ഒരു ഭാഗത്താണെങ്കിലും ബേക്കിൽ നോക്കിയാൽ നല്ലൊരു വഴിയാട്ടോ. നോക്കിക്കേ എന്ത് രസമാണ് കാണാനായിട്ട്. ചുറ്റും മരങ്ങളും നടുക്കൊരു വഴി, രണ്ട് സൈഡിലും ടീ എസ്റ്റേറ്റ്. അടിപൊളി. 5 ഇവിടെ റെസ്റ്റ് എടുക്കുക കേട്ടോ. വർക്ക് ഈസ് വർഷിപ്പ്, അതാണ് ഇതിൻ്റെ ഒരു എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയാൽ പുതിയ തളിരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നോക്കിയേ, ഒയ്യോ, ഈ പ്രാവശ്യം ഫസ്റ്റ് കട്ട് ചെയ്യുന്ന കട്ടിങ്ങാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ടീ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങ് വരെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. ഏഷ്യത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്നാണ് പറയുന്നത്, ലാർജസ്റ്റ് എന്നാണ് പറയുന്നത് ഈ മൊണാബറി ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആസാമിൽ തന്നെ ഏറ്റവും വലിയ ടീ എസ്റ്റേറ്റാണ് ഈ മൊണാബറി ടീ എസ്റ്റേറ്റ്. എന്ത് രസമാണ്, അങ്ങ് വരെ ഇങ്ങനെ പടർന്ന് പിടിച്ച് പന്തലിച്ച് കിടക്കുകയാണ്. അയ്യോ അടിപൊളി. ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് ഈ മൊണാബറി എന്ന് പറഞ്ഞ വലിയൊരു സ്ഥലം മാത്രം ഈ ഒരു ടീ എസ്റ്റേറ്റ് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫുള്ള് അടിപൊളി. നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടോ പുതിയ ഇലകളിങ്ങനെ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവർ കട്ട് ചെയ്ത് പോയതായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് കട്ട് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിളിർത്ത് വന്നാണ് ഈ കാണുന്നതൊക്കെ. അതായത് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മുകളിലായി ഈ ടീ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പുതിയ ഇലയൊക്കെ വന്നിട്ട് പച്ച പിടിച്ച് കിടക്കുന്നത്. നടുക്കൂടിയൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ, എന്ത് രസമാണ് കാണാൻ. നല്ലൊരു ഫീലാട്ടോ ഇതിൽ കൂടിയൊക്കെ രാവിലെ തന്നെ ഒക്കെ പോകാനായിട്ട്. രാവിലെ തന്നെ കുറേ പണിക്കാരൊക്കെ കാണാൻ പറ്റും. ട്രക്ക് പോകുന്നുണ്ടോ, വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. അടിപൊളി. ഇവിടുന്ന് ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ, ഇവിടെ മറ്റേ മരുന്നടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ ഒരു സമയത്ത് മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ മറ്റേ അടിപൊളിയായിട്ടുള്ള തേയില കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പ്രാണികളൊക്കെ കൂടി കടിച്ച് നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ സൈക്കിളിലൊക്കെ ഈ മരുന്നിനും കൊണ്ട് പോവാണ്. ചായ ഇല പറിച്ചിട്ടിതാ വണ്ടി കൊണ്ടുപോകുന്നുണ്ടോ. വലിയൊരു വണ്ടീൻ്റെ അകത്ത് നിറച്ച് കൊണ്ടുപോകാം കേട്ടോ. കുറേ ചാക്കിനകത്തേക്ക് ആക്കിയിട്ട്. അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ കൂടിയിട്ട് പറിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല, പിന്നെയാണ് കണ്ടത്. അവിടെയാണ് ചേച്ചിമാരൊക്കെ. ഇവിടെ ഒരു കടയിൽ കഴിക്കാൻ കഴിയില്ല കേട്ടോ. കേരളത്തിൻ്റെ ടൈപ്പ് പൊറോട്ട, പക്ഷേ അതേ സെയിം ടൈപ്പ് അല്ല കേട്ടോ, വേറെ ടൈപ്പാണ്. അത് കഴിക്കാൻ വേണ്ടി വന്നത് 30 റുപ്യ കേട്ടോ. ഇവിടെ നമ്മൾ നല്ല 10 രൂപ കിട്ടുന്നത് ഇവിടെ 30 റുപ്യക്ക്. എന്താ അല്ലേ, ഓരോ സ്ഥലം മാറുന്നതിന് പൈസ കൂടുന്നത്. വേഗം കഴിക്കട്ടെ. ഇതൊക്കെ 20 രൂപേൻ്റെ കൊക്കക്കോളക്ക് 25 രൂപയായിട്ടാണ് വാങ്ങിക്കുന്നത്. അതായത് MRPനെക്കാട്ടി കൂടുതലാണ് വാങ്ങിക്കുന്നത്. ആസാമിൻ്റെ ചെറിയൊരു ഗ്രാമം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കത്തി പൈസ ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ചുറ്റും മറ്റേ മൊണാബറി ടീ എസ്റ്റേറ്റാണ് നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്നത്. ഇത് ഫുള്ള് കണ്ടോണ്ടാട്ടോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഫുള്ള് തേയിലത്തോട്ടം തന്നെ, കിലോമീറ്റർ കണക്കിന് തേയിലത്തോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താല്ലേ, ബ്രേക്കൊന്നും ഇല്ലാത്ത സൈക്കിളുകൊണ്ട് ഇതാ 3 പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഓടിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ ബ്രേക്ക് ഉണ്ടായിട്ട് പോലും മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. പിള്ളേരൊക്കെ സീനാട്ടോ, ബ്രേക്ക് പോലും ഇല്ലാണ്ട് പറന്നു പോവുക. തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ വലിയ കൊഴുത്ത് കഴിഞ്ഞ നെൽവയലുകളാട്ടോ കാണുന്നത്. കുറേ പശുക്കൾ മേയാനിട്ടിട്ടുണ്ട്. ഫുള്ള് പശുക്കളാട്ടോ. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കണ്ട അതേപോലെ തന്നെ തേയിലത്തോട്ടം കഴിഞ്ഞ തന്നെ ഫുള്ള് ഇതുപോലത്തെ വയലുകൾ. ഇപ്പോഴത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. എനിക്ക് 4 വരി പാതയിൽ പോയിട്ടാണ് തോന്നുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു സുഖമില്ല. നമ്മളെ ചെറിയ ചെറിയ റോഡ് കൂടിയൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിരിക്കും യാത്ര ചെയ്യാനായിട്ട്. ഹൈവേനെ സൈഡിലുള്ള ഗ്രാമമാണ് ഈ കാണുന്നത് മുഴുവന്. ഈ ഒരു ഭാഗത്തും ഫുള്ള് വീടുകളാണ്. എല്ലാ ഭാഗത്തും വീടുകളാട്ടോ. അങ്ങ് വരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വഴി പോകുന്ന അങ്ങ് വരെ ഫുള്ള് വീടുകളാട്ടോ. അതും നല്ല വലിയ വലിയ വീടുകളാണ്, കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട ഈ എന്താ പറയുക മഡ് കൊണ്ടുള്ള വീടുകളൊക്കെ ഒഴിഞ്ഞിട്ട് ഫുള്ള് സിമെൻ്റൊക്കെ വെച്ച് തേച്ച വീടുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ 2 നില ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും നമുക്ക്. മൊത്തം മാറ്റം വന്നിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ.
ഒരു ചേട്ടൻ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാട്ടോ. മുമ്പിൽ ബൈക്കിൽ പോയി. ഇതാ ബോർഗംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെറിയൊരു ടൗണാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇതിൻ്റെ വലിയ ടൗൺ ഉള്ളത്. നമ്മളെ ശരിക്ക് മെയിൻ റോഡിന് സൈഡിൽ കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഈ ഒരു ചേട്ടനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ചേട്ടനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടോ? നമുക്ക് നാമക്കായ മാധവ് ഭുയ. ഇവിടെ തന്നെയുള്ള ആളാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതൊക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചായ പിടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ്. നമ്മളെ സൈറ്റ് ഇതാ അവിടെ ആട്ടോ വെച്ചിരിക്കുന്നത്. എനിക്ക് അവിടെ സൈറ്റ് കണ്ടിട്ടിരിക്കുക കേട്ടോ. ഈ ഒരു ചായക്കടയിലാണ് വന്നിരിക്കുന്നത്. 5 മണി FC ഒക്കെ കിട്ടിയിട്ടുണ്ട്. 5 മണിന് ചത്ത് വന്നിരിക്കുക. തണുപ്പുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുക. കണ്ടില്ല മുഖമൊക്കെ വേർത്തിട്ട്. ചേട്ടൻ നല്ല ഒരാളാട്ടോ. ആ ചേട്ടനാട്ടോ പോകുന്നത്. ചായയൊക്കെ മേടിച്ച് വന്നിട്ട് പറന്നു പോവാണ്. അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ബഗംഗ എന്നാണ് പറയുന്നത് ഇവര്. അവിടെയാട്ടോ നമ്മളുള്ളത്. ബഗംഗ് എന്ന് പറയാ. അതിൻ്റെ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ കേട്ടോ ഇത്. ഫുള്ള് കടകളൊക്കെ ആയിട്ടുള്ള ഒരു ടൗൺ ഏരിയ ആണിത്. അതുകൊണ്ട് 4 വരി ബൈപ്പാസ് അല്ല, മെയിൻ റോഡുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഫുള്ള് സീനാകുമായിരുന്നു. ഇവിടുന്ന് ചേച്ചിമാർ കൂടിയിട്ട് ഇതിൻ്റെ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ചായൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കുറേ ചേച്ചിമാരുണ്ട്. ഇതാ മുമ്പിലൊക്കെ പോകുന്നുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ടീ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പോകുന്ന വഴിക്ക് മുഴുവൻ. വീണ്ടും ഒരു സായാഹ്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നും ടെൻ്റ് അടിക്കാനുള്ള ഒരു വൈകരിക്കത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദിവസവും ഇതെന്താ നിങ്ങൾ ടെൻ്റ് അടിക്കുക ഇല്ലാണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കാണിക്കാതെ ഞാൻ ടീ എസ്റ്റേറ്റ് കാണിച്ചു, പിന്നെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണിച്ചു. എനിക്ക് ഈ ഹൈവേനോട് പോകുന്നതിന് ഭയങ്കര ഇറിറ്റേഷൻ കേട്ടോ. ഇഷ്ടംപോലെ വണ്ടിയും പിന്നെ വലിയ റോഡും ഗ്രാമങ്ങളൊന്നും കാണൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചെറിയ റോഡൊക്കെ എത്തുന്നതിനാണ് നമുക്ക് കുറച്ച് മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാവുക. വെയിലൊന്നും ഇല്ലാണ്ട് അപ്പുറം ഇപ്പുറം മരങ്ങളൊക്കെ ആയിട്ട് നല്ല ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ആസ്വാദനം ഇല്ലാത്തൊരു യാത്രയാട്ടോ. എനിക്ക് ഫുള്ള് വീടുകളൊക്കെ ഉണ്ട്, എന്നാലും അത്ര വലിയ ഇതൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഗ്രാമത്തിൽ പോകുന്നതിൻ്റെ ഫീലൊന്നും ഈ മെയിൻ ഹൈവേനോട് പോകുന്നതിന് കിട്ടൂല. അപ്പോൾ എന്തായാലും എവിടെയും ടെൻ്റ് അടിക്കട്ടെ വേഗത്തിൽ.